ജഡ്ജസ് വളരെ കൃത്യമായിട്ട് നല്ല ജഡ്ജസ് ഒരു തർക്കം പാടില്ല. അല്ലെങ്കിൽ തന്നെ മാർക്കിട്ടിട്ട് പ്രശ്നമായി അത് പാർസലായി അതൊന്നും പാടില്ല. സെക്രട്ടറിയൊന്നുമില്ലോ. അപ്പൊ ഇനി നമുക്ക് കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു വ്യക്തത ഉണ്ടാക്കണം. ഇനി കാര്യങ്ങളൊന്നും ഒരു ഓഫീസിൽ സംസാരിക്കാം. എല്ലാവരും ഉണ്ടല്ലോ. എല്ലാവരും ഉണ്ട്. നമുക്ക് കേരളോത്സവത്തിന്റെ പരിപാടി നമുക്ക് ഫൈനലാണ് കേട്ടോ. ഇരിക്കൂ. അപ്പോ നമുക്ക് ഈ കേരളോത്സവത്തിന്റെ ഈ പ്രോഗ്രാം ഫിക്ചർ ഇന്ന് കൺക്ലൂഡ് ചെയ്യണം. മെമ്പർ അതിന്റെ പരിപാടികളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞു. എൻട്രി ഇനി റെസ്ട്രിക്ട് ചെയ്യണം. ഒരു ഡേറ്റും സമയവും തീരുമാനിച്ച് അറിയിക്കണം. പരിപാടികളും ഇനി ഫൈനലൈസ് ചെയ്യണം. അതായത് നമുക്ക് ഇനി കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ ഡേറ്റ് വെക്കാൻ കഴിയില്ല. കാരണം ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. DPO കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് കംപ്ലീറ്റ് ചെയ്ത് ലിസ്റ്റ് എല്ലാം അയക്കണം അല്ലേ മെമ്പറെ? ഡേറ്റ് ഇനി നേടുന്ന പരിപാടി നടക്കില്ല. എല്ലാ അറേഞ്ച്മെന്റ്സിനുള്ള സമയം കിട്ടണം. ശരിയാണ്. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ എന്തായി എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കൂ കൺവീനറെ. കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ. ആ ശ്രീകല എന്ന് പറഞ്ഞ കുട്ടിയുടെ ഒരു ഭരതനാട്യം, പിന്നെ ശ്രീജിത്തിന്റെ ഒരു മിമിക്രി, പിന്നെ ഗാനമേള ട്രൂപ്പേര്, അതൊക്കെ ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ പുതിയതൊന്ന് വന്നിട്ടുള്ളത് ആ ഒരു കാക്കല്ലേ, കുറച്ച് പ്രായമായിട്ടൊരു കാക്ക. ആ കാക്കയുടെ ഒരു ടേബിളുണ്ട് ഇത്ര. ആ അബ്ദുക്ക എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ അഴിത്തീരുന്ന് പറയാൻ പറ്റില്ല. കേരളല്ലേ അതിൽ ഈ കേരളപ്പിറവിയുടെ എന്താ പരശുരാമൻ മഴ വരുന്നതൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അതിനേശാലും കണ്ടിട്ട് കൂടിയില്ല. അതെ, ഇന്നും കൂടി അയാളോട് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇനി അയാളെ ചേർക്കാൻ കഴിയില്ല കേട്ടോ. അതാണ് അതിന്റെ കാര്യങ്ങൾ പറയാനുള്ളത്. അയാളെ മുങ്ങിണ്ടാവുന്നത് ഇനി അയാളെ കിട്ടുന്നുണ്ടെങ്കിൽ വല്ല ചെങ്ങായിക്കൂടിയൊക്കെ വെക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. നമ്മളെ പറ്റിയാളോ വർത്താനല്ലേ? എനിക്ക് മനസ്സിലായി. വയസ്സന്മാരോടൊരു ബഹുമാനമൊക്കെ വേണം. നമ്മളെ പ്രോപ്പർട്ടി അതും ഒരു കാര്യമായിട്ടാലേ അത് ഏറ്റതാ, അല്ലെങ്കിൽ അത് മജ്ജത്താകും. ആയിക്കോട്ടെ, അതിപ്പോ ആർക്കാ വിരോധം? എന്തെങ്കിലും ചൊറയുടെ വർത്താനം പറഞ്ഞത് പഞ്ചായത്ത് കൊള്ളക്കാരെന്ന് മതിയായിരുന്നു. പിന്നെയും ചൊറിയാൻ വരുന്നുണ്ട്. കേടോ, ഇങ്ങക്ക് ആർക്കെങ്കിലും കേരളം ഉണ്ടായ ചരിത്രം അതിപ്പോ ആർക്കാ അറിയാത്തത്? അത് അത് ഈ പരശുരാമൻ മഴ വരുന്നിട്ട് അങ്ങനെയല്ലേ അല്ലേ? അതന്നെ അതിന്റെ തെളിവാണ് ഈ വാഗനുണ്ട്. നിങ്ങളാരും ഈ പരശുരാമന്റെ മഗ് ഉണ്ടാവൂല, കണ്ടിട്ടുണ്ടാവൂല. എനിക്കറിയാം. എന്നാലേ കണ്ടോളി, ഞമ്മളെ കയ്യിലുണ്ട് സാധനം. ഞമ്മളെ കയ്യിലുണ്ടോ? എന്റെ വിശ്വാസം പറ്റില്ല അല്ലേ? അത് നിങ്ങളൊക്കെ ഒന്ന് കാണണം എന്റെ മക്കളെ. മഗ് എന്ന് പറഞ്ഞാൽ അതാണ് മഗ്. ഒരു 1.5 മഗ്ഗാണോ അത് നിങ്ങൾ കാണും. നിങ്ങൾ വായുള്ളവരാട്ടോ, നിങ്ങൾക്ക് കാണാനുള്ള പൂതിങ്ങളൊക്കെ ഞമ്മളിവിടെ അതൊക്കെ എന്തായി പറയുന്നത്? ഇതൊക്കെ നൂറ്റാണ്ട് മുമ്പത്തെ കാര്യങ്ങൾ. അതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് വല്ല കാര്യമില്ല. എന്തെങ്കിലും കേട്ടു അതാണ് നൂറ്റാണ്ട് മുമ്പ് ഉണ്ടായതല്ലടോ. ആ സാധനമാണ് ഇവിടെ ഉള്ളത്. ചെറിയ സാധനമല്ല. കണ്ടോളി, ഭാഗ്യം ചെയ്തവരങ്ങളൊക്കെ. അതൊക്കെ മിത്തുകളല്ല. അത് മിത്തും മത്തിയൊന്നും അല്ല മോനെ, ഇതൊക്കെ ഉണ്ടായതാ. തെളിവ് നമ്മളെടുത്തിട്ടുണ്ടോ? അതെങ്ങനെ അതൊക്കെ താങ്കൾക്ക് ഇത്ര ഉറപ്പ്?
അങ്ങനെ ചോദിക്കും. എന്നാ അതിന്റെ ഒരു തെളിവൊക്കെ കാണണല്ലോ എന്റെ അതുക്ക. മോൻ ചോദിച്ചോ, എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ പുല്ലുപോലെ പറഞ്ഞു. അതായത് കന്യാകുമാരിയിൽ നിന്ന് ഗോകർണത്തെ കാണാം. അത് ഗോകർണത്തിൽ നിന്ന് കന്യാകുമാരിയിൽ കാണോ ഈ മഴു എറിഞ്ഞിട്ടുള്ളത്? ഇപ്പൊ രണ്ട് സ്ഥലത്തൊന്നും അല്ലാന്നാണ് യഥാർത്ഥ ശാസ്ത്രം പറഞ്ഞത്. ശാസ്ത്രമാണ് നമ്മൾ പറഞ്ഞത്. മോൻ പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, എന്താ ഗോകർണം. അതന്നെ. അവിടുന്നുമല്ല കന്യാകുമാരിയൊന്നുമല്ല. അതാണ് ശാസ്ത്രാണ്. ശാസ്ത്രാണ്. നമ്മളിപ്പോ ഒരു സ്ഥലവും ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ അതിന് നീളവും വീതി എടുക്കും. അങ്ങനെ എടുക്കുമ്പോ നമുക്ക് എളുപ്പം ഏതാ വീതിയിലല്ല, നീളത്തിലല്ല. വീതിയല്ലേ കുറവുണ്ടായാലും വീതിയല്ലേ. അപ്പൊ ആ നിലക്ക് ഈ പരശുരാമൻ നോക്കുമ്പോ ഈ നിങ്ങൾ പറഞ്ഞ സ്ഥലം ഏതാണ് ഒന്നുകൂടി പറഞ്ഞാൽ, അവിടുന്ന് മഗ് കന്യാകുമാരി വരെ എറിയണമെങ്കിൽ നല്ല താക്കത്ത് വേണം. അത് എറിഞ്ഞാൽ എത്തുമോ എന്ന് മൂപ്പർക്ക് ഒരു സംശയം. അപ്പൊ മൂപ്പർ എന്ത് ചെയ്തിച്ചാൽ കുറഞ്ഞ ദൂരത്തിന് എറിഞ്ഞത് എങ്ങനെ ഉണ്ടാക്കാന്നുണ്ടാകും. എന്തുണ്ടാക്കാന്ന് കേരളം ഉണ്ടാക്കേണ്ട കാര്യം. ആ മൂപ്പര് ഭൂപടം നോക്കിയപ്പോ ഇങ്ങനെ കണ്ടിക്കണ് എന്ത്, ഈ ഭൂപടത്തിന്റെ തെക്കേ അറ്റത്ത്, നമ്മുടെ ഇന്ത്യന്റെ തെക്കേ അറ്റത്ത് കൈപ്പക്ക പോലെ ഒരു സാധനം കടലിലടി കിടക്കുന്നു. ആദ്യം കെട്ടെടുക്കണം. പരശുരാമന് എന്തിനാ സ്ഥലം? തപസ് ചെയ്താലോ? അതിനാണ് മുനിയാണോ? മുനിയാകിനെയൊന്നും എനിക്കറിയില്ല. പക്ഷെ മൂപ്പർക്ക് തപസ് ചെയ്യണം, അതിനൊരു സ്ഥലം വേണം. അത് നോക്കിയിട്ടാണ് മൂപ്പര് നടന്നത്. അപ്പൊ അങ്ങനെ വന്നിട്ട് മൂപ്പര് ഇവിടെ എന്താ മോനെ ആ സ്ഥലത്തിന്റെ പേര് അത് തന്നെ. അവിടുന്ന് കണ്ട് വന്നിട്ട് നമ്മളെ പാലക്കാടിന്റെ കേക്കേ മാത്രം കണ്ട് കയറിയിട്ട് തമിഴ്നാട്ടിൽ നിന്ന് നോക്കുമ്പോൾ ദൂരം കുറവാണ്. ഈ കൈപ്പക്കന്റെ വീതിയിൽ കയറിയാൽ നല്ല സുഖം. അതിന് മൂപ്പര് നിന്നുകണ്ട് മൂപ്പര് നോക്കുമ്പോൾ മഗ് കിട്ടാനില്ല. മഗ് എറിഞ്ഞാൽ കിട്ടുന്നു മൂപ്പർക്ക് തപസ്സിൽ മനസ്സിലായി. അപ്പൊ മഗ് കിട്ടാനില്ല. അപ്പഴാ നോക്കുമ്പോ അവിടെ ഒരു അണ്ണാച്ചി ബർക്ക് കിട്ടുന്നു. ആ അണ്ണാച്ചിന്റെ മഗ് കിട്ടും. എന്നിട്ട് മൂപ്പര് കണ്ട് സുറി വെച്ച് കണ്ട് യാ മൊഹീദ്ദീൻ, എന്തൊക്കെ പേനാ സെക്രട്ടറി ഞങ്ങളെ ആവശ്യം. ഇത് തലമലക്ക് കുട്ടി കിട്ടുന്നു. ഇതൊക്കെ ഒന്ന് നേരാക്കി കൂടെ. കഥ പറഞ്ഞ അങ്ങനെ മൂപ്പരാ ഒരൊറ്റ ഏറ. ആ ഏറ് എങ്ങനെ ചെന്നത്, കേൾക്കുന്ന പടിഞ്ഞാട്ട് കണ്ടു ചെന്നു. നേരെ ചെന്ന് പൊന്നാനി കടലിൽ ചെന്ന് കണ്ട് ഇവിളും ചെന്നത്. പൊന്നാനിയ കേരളം ഉണ്ടാവണ പിന്നെ എങ്ങനെ പൊന്നാനി? ശാസ്ത്രം അറിയില്ല, ശാസ്ത്രം അറിയില്ല. അതാണ് കുട്ടിയാക്ക്. പൊന്നാനി അവിടെ പോകാനാണോ? പൊന്നാനി അവിടെ തന്നെ എല്ലാ കാലത്തും അല്ല കഥ. അങ്ങനെ ആ പൊന്നാനി കടപ്പുറത്ത് അന്ന് എന്റെ ബഞ്ചാപ്പാന്റെ ബാക്കികൾ കൂട്ടിപ്പോ ആ പരശുരാമന്റെ കാലത്ത് തന്നെ വല്യാപ്പ ഞമ്മളെ പണിയുന്നേക്ക് മൂപ്പര് മീൻ പിടിക്കാൻ കടലിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നേരത്താണ് ഈ മഗ് വന്നുകൊണ്ട് മൂപ്പരെ മുന്നിൽ ഇപ്പോഴും മൂപ്പരെ ഈ മഞ്ചിന്റെ മരുങ്ങത്താണ് ആ വെള്ളം എടുത്ത് മൂപ്പരെ മൂന്തമലക്ക് തെറിച്ചുകൊണ്ട് മൂപ്പരാകാൻ വെട്ടിപ്പോയി. അത് കണ്ടെന്നല്ല, പിന്നെങ്ങനെ നോക്കുമ്പോ നിങ്ങളോട് പറയാൻ ഈ ബന്ന് പോലെ ഒരു സാധനം അങ്ങനെ മേലേക്ക് തന്നെടോ തന്നെ. ആദ്യം കണ്ട് മണ്ണ് നോക്കുമ്പോ മണ്ണിന്റെ കൂനയാണ് പെരുന്നത്. ഞമ്മളെ ബഞ്ചാപ്പാന്റെ തോണി പൊന്നാനി കടപ്പുറത്ത് കേറിയ മട്ടില്ല. കടലിലല്ല, പിന്നെ മുമ്പിൽ ഭൂമിയിലാണ്. അല്ല നിങ്ങളാ മഴ സ്ഥലത്തിന്റെ പേര് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അത് നമ്മൾ പറഞ്ഞോ, പാലക്കാടിന്റെ കയക്ക് പൊള്ളാച്ചിട്ട് അവിടുന്ന് ആ മഗ് അടിഞ്ഞ പോയ ദൂരത്തിലാണ് അവിടെ ഇപ്പൊ ഒരു ചുരം ചെയ്ത. നമ്മളവിടെ വാളയാർ ചുരം എന്ന് പറയില്ലേ, ആ ചുരം മൂപ്പര ആ മഗ് എറിഞ്ഞതിന്റെ കേപ്പാണ്. ഗോവ പോയി ഗോവർദ്ധൻ പോയി പാലക്കാട്. ശാസ്ത്രം അറിയില്ല കുട്ടികൾക്ക്, ശാസ്ത്രം അറിയില്ല. സെക്രട്ടറി ഇങ്ങോട്ട് ചിരിച്ചണ്ട, ശാസ്ത്രാണ് ഇതൊക്കെ. അങ്ങനെ അവിടെ ചെന്നിട്ട് ഇത് വീണപ്പോ ഞാൻ പറയാം, മണ്ണ് കണ്ട് പൊന്തി വന്നിന്റെ വല്യപ്പാന്റെ തോണി കടലിൽ കടത്തിന്ന തോണി മണ്ണിന്റെ മേലെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നാണ് മൂപ്പരൊറ്റ പ്രാർത്ഥന. മൂപ്പർ നെട്ടിപ്പോയി. അത് കഴിഞ്ഞിട്ട് കണ്ടിട്ട് ഇങ്ങോട്ട് ആകാശത്തോളം വലിപ്പമുള്ള ഒരു മനുഷ്യൻ വന്നോലെ മൂപ്പർ പറഞ്ഞ ആകാശത്തോളം വലിപ്പമുള്ള ഒരു മനുഷ്യൻ വന്നു. അവിടെ കുമ്പിട്ട് ഇരുന്നിട്ട് പഠിച്ച സ്ഥലം ഉണ്ടല്ലോ, അതിന് ഈ അടുത്തേക്ക് കൊണ്ട് പഠിച്ച സ്ഥലം കിട്ടും തെക്കോട്ട്
അത് തെക്കൻ കേരളം. വലത്തെ കൈകൊണ്ട് പഠിച്ച സ്ഥലവും വടക്കൻ കേരളം. മൂപ്പര് കുത്തുന്ന സ്ഥലം ഉണ്ടല്ലോ അതാണ് മധ്യ കേരളം. ഈ മൂപ്പരെ കയ്യിലുള്ള മണ്ണൊക്കെ മൂപ്പര് അവസാനം ഒന്ന് പൊടഞ്ഞു. ആ പൊടഞ്ഞതാണ് ഇത് നമ്മുടെ ലക്ഷദ്വീപ്. ഒരു പഞ്ചായത്ത് ഓഫീസിൽ വന്ന് പറയേണ്ട കഥയൊന്നല്ല സെക്രട്ടറി ശാസ്ത്രങ്ങൾക്കും വിവരം ശാസ്ത്രജ്ഞ ഈ കുട്ടികളെ പോട്ടെ ഇത് ശാസ്ത്രമാണ്. ഇപ്പൊ കേൾക്കണ നിങ്ങൾ പറഞ്ഞ ഈ വിത്തൊന്നും ശാസ്ത്രമല്ല, ഇതാണ് ശാസ്ത്രം. ഇത് തെളിവാ നിന്റെ വല്യപ്പല്ല ഇത് കണ്ടത്. അത് ശരി. അപ്പൊ ആളെ തിരിക്കുകയാണ് നമ്മളാക്കുകയാണ്. ഞങ്ങളാക്കി കൊടുക്കാം നമ്മളില്ല. ഒരു സംശയം കൂടി ഇടയിലേ മാപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ. പഴയ കാലത്ത് ഈ മാപ്പുണ്ട്, ഈ പൊന്നാനി അതുപോലെ പാലക്കാട് നിങ്ങൾ പറഞ്ഞല്ലോ. എങ്ങനെയാണ് ഈ കേരളം ഉണ്ടാവുന്നത്? ഈ മാപ്പ് ഉണ്ടായിരുന്നു. എന്താ കുട്ടികൾ പറയാം ശാസ്ത്രജ്ഞ. ഞാൻ പറഞ്ഞില്ല ശാസ്ത്രജ്ഞ. മാപ്പ് ഏത് കാലം പോലെയുണ്ട്. വാസ്കോഡി ഗാമ വന്ന് മാപ്പ് നോക്കിയിട്ടില്ലേ? മാപ്പ് നോക്കാതെ വാസ്കോഡി ഗാമ വന്നിട്ട് തിരൂരോ താന്നൂരോ കപ്പലിറങ്ങിയില്ലോ, നേരെ കോഴിക്കോട് പോയിട്ടല്ലേ ഇറങ്ങിയത്. അപ്പൊ മാപ്പൊക്കെ ഏത് കാലത്ത് എത്ര വിവരം കുട്ടികൾ. എന്തിനൊരു ഉത്തരം പക്ഷെ ആചാര്യ എന്താ പറയുന്നത് ആചാര്യക്ക് തന്നെ മനസ്സിലായിട്ടില്ല. ഈ അതൊക്കെ ഈ നമ്മളെ ഈ പരിപാടി മൊത്തം നശിപ്പിച്ചു കളയുന്നൊക്കെ തോന്നുന്നു. നിങ്ങൾക്ക് കാണണ്ടല്ലോ, ഇതൊന്നും കാണണ്ടല്ല. ഈ ശാസ്ത്രം സത്യം നിങ്ങൾക്ക് കാണണ്ട. അല്ല ഇതൊന്നും നമുക്ക് ഒരു ഒഫീഷ്യൽ റെക്കോർഡാക്കിയിട്ട് പറയാൻ പറ്റും കാര്യം. കേരളം മുഴുവനും നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു പരിപാടിയാണ് ഞാൻ നടത്താൻ പോകുന്നത്. അതിനുള്ള തെളിവായിട്ട് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട. അങ്ങനെ കാണിക്കാൻ പറഞ്ഞില്ല, കാണിക്കൂല. പറഞ്ഞു പോയോണ്ടൊന്നും നമുക്ക് തെളിവ് നിങ്ങൾക്കൊരു വില ഉണ്ട്, നമുക്കൊരു വിശ്വാസമായി. അതിപ്പോ നിങ്ങൾക്ക് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ആവശ്യമുണ്ടല്ലോ പറയാൻ ചോദിക്കുന്നത്. നിങ്ങളത് അംഗീകരിക്കണില്ലല്ലോ. അല്ല അതൊക്കെ ഒരു സംശയം കൂടി തീർക്കാൻ ഇങ്ങനെ ഈ പറയണെങ്കിൽ ഇത് ലോജിക്കാണ്ട് ക്ലിയർ ആവില്ല. എന്താന്ന് വെച്ചാല് ഈ കേരളത്തിന്റെ നാടാണല്ലോ കേരളം. പക്ഷെ ഇദ്ദേഹം പറയുമ്പോ നമുക്ക് അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റുന്നില്ല. അതൊന്നും സംശയം തീർക്കാൻ ശാസ്ത്രബോധമില്ലാത്ത ഈ വക ചെക്കന്മാരായിട്ട് വർത്താനം പറഞ്ഞാൽ എനിക്ക് പറ്റും. ശാസ്ത്രബോധമില്ലാതെ ഈടോ എങ്ങനെ ഈ ഇത് പൊന്തി വരുമ്പോ തന്നെ അതിന് തെങ്ങുണ്ടാകുക? അത് കടലിലല്ലേ ഉണ്ടായിരുന്നത്. അപ്പൊ കടലിൽ തെങ്ങുണ്ട ചീറ്റ് പോയിട്ടുണ്ട്. ആർക്കറിയാത്തത്. ഇപ്പൊ ഓന്റെ സംശയം തീർത്തു കൊടുത്തില്ലാന്ന് പറഞ്ഞു. അത് ഞാൻ പറയാം പറയണമെന്നും ഉണ്ടായിട്ടല്ല. ഈടോ കേരളം ഉണ്ടാകുന്നതിന്റെ മുമ്പ് അന്ന് കടലായിരുന്നല്ലോ. അപ്പൊ ഈ കൊളംബിന്ന് പേർഷ്യക്ക് ഒരു ലോഞ്ചില് തേങ്ങ കൊണ്ട് ആ കൊണ്ടുപോണ തേങ്ങ ഇവിടെ കേരളത്തിന്റെ മേലെ വെച്ച് മാറി. ഇപ്പോഴത്തെ കേരളം അന്ന് കടലാണ്, കടലിന്റെ മേലെ വെച്ച് മാറിഞ്ഞ ആ തേങ്ങ മുഴുവൻ ഇവിടെ. പിന്നെ കേരളം ഉണ്ടായി വന്നപ്പോ ആ തേങ്ങയൊക്കെ മുളച്ചിട്ട് തെങ്ങുണ്ട്. അങ്ങനെയാണ് കേരളം എന്ന പേര് വന്നത്. കേരളം ഇതൊക്കെ ആര്യന്റെ ശാസ്ത്രമല്ലാത്ത ഒന്നും നമ്മൾ പറയില്ല. എനിക്കൊരു സംശയം, ഈ കേരം എന്ന് ഈ തെങ്ങിന് എങ്ങനെ പേര്? കേരം തന്നെ എന്റെ മമ്പലെ ഞമ്മളിവിടുന്ന് നാളികേരം കേച്ചിട്ട് തമിഴ്നാട്ടിൽ കൊണ്ടുപോയതില്ലേ. അങ്ങനെ പോയപ്പോ ഈ തമിഴർ ഇത് വിൽക്കുമ്പോ പറഞ്ഞത് കേരള തേങ്കായി, കേരള തേങ്കായി. സാഹിബ് ഇത് കേട്ടപ്പോ കേരള തേങ്കായി, ആ കേരളത്തിൽ ഉണ്ടായ തേങ്കായി. അങ്ങനെയാണ് കേരം എന്ന് തെങ്ങിന് പേര്. അത് വളരെ എളുപ്പമല്ലേ മനസ്സിലാക്കാൻ. അതിനിപ്പോ ഇത്ര ബുദ്ധിയുള്ളൂ. അതൊക്കെ ശാസ്ത്രമാണ്. നിങ്ങൾക്ക് ഈ ശാസ്ത്രം എന്താ, കെട്ടുകഥ എന്താ ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. വെറുതെ സമയം മെനക്കെടല്ലേ. ഇപ്പൊ തന്നെ സമയത്ര ഇതൊരു സർക്കാർ ഓഫീസല്ലേ എന്റെ രാജ്യത്ത്. ഇതെന്താ അല്ല തുക വീണൊരു മഴവുണ്ടല്ലോ. ആ മഴവിന്റെ ബാക്കിയുള്ള കഥകൾ പറഞ്ഞിട്ടില്ലോ. കഥയൊക്കെ നമ്മൾ പറഞ്ഞ
അതിന് കേൾക്കാൻ നിങ്ങൾക്ക് ബൂതി ഉണ്ടെങ്കിൽ മാത്രം, അല്ല ഞാൻ പറയും. പറയുന്നേ നിങ്ങൾ കേൾക്കാം. എന്നാലേ ആ മക് അവിടെ വീണ് എന്റെ വല്ലിപ്പാണ്ട് ബേജാറായി. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് മൂപ്പര ബേജാറൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോ മഗ് അത് അവിടെ വീണു. മൂപ്പര അത് ചാടി ഇറങ്ങി, ആൾ തോടിമൊന്ന് ചാടി ഇറങ്ങി, ഇതെടുത്ത് മൂപ്പര തലയെക്കെട്ട് കഴിച്ചിട്ട് അതിലാണ് കയ്യിൽ വെച്ചു. മൂപ്പര് വിചാരിച്ച് ഇത് കടലമ്മ കൊടുത്ത സ്വർണത്തിന്റെ മകളാണെങ്കില എന്നാണ് മൂപ്പര് വിചാരിച്ചത്. അത് മൂപ്പര് കൊണ്ടേയും കണ്ട് പെരുകലിന്റെ അടുത്ത് കൊടുത്ത്. പക്ഷെ മഗ് നല്ല ഇരുമ്പിന്റെ മഗ് തന്നെ എനിക്ക് മനസ്സിലായി. അപ്പോൾ മൂപ്പർക്ക് എന്താ വെച്ചാൽ ഇതൊരു വലിയ സാധനമാണ്, ഇതിങ്ങനെ ഒരു വലിയ മനുഷ്യൻ എറിഞ്ഞത്. അത് മൂപ്പര് സൂക്ഷിച്ചു വെച്ചു തലമുറയോടോ, തലമുറയായിട്ട് കൈമാറി. ആ മഗ് കണ്ടിട്ടാണ് അന്ന് പൊന്നാനി കടപ്പുറത്തുള്ള പാത്തും താത്ത മൂപ്പരെ പ്രേമിച്ചത്. മൂപ്പര് ആ മഗ് കണ്ടിട്ട് വല്യപ്പന്റെ മഗ്. എന്നിട്ട് അത് ഇതാ ഇക്കണ്ട കാലായിട്ട് തന്ന് ഇപ്പൊ അവസാന തലമുറയിൽ നമ്മളാണ്, നമ്മളെ കയ്യിൽ. അതിപ്പോ എവിടെ ഉണ്ട്? ഇതൊക്കെ ഇവിടെ ഉണ്ടോ? ഏത് നിങ്ങളെ വല്യപ്പന്റെ മഗ്ഗ? ഈ മൂപ്പരെയും മഗ് കണ്ടിട്ടാണല്ലോ ഉമ്മുമ്മ മോഹത്തിലായത്. അത് ആ ഉമ്മുമ്മന്റെ ഓർമ്മക്കും വേണ്ടി ഈ മഗ് മൂപ്പര് കളയാതെ സൂക്ഷിച്ചു. അത് തലമുറ കൈമാറിയിട്ടാണ് ഇപ്പൊ നമ്മളെ കയ്യിൽ. അതാണ് ഇപ്പൊ നമ്മളെ കയ്യിലുള്ള മഗ്. നമ്മൾ ഈ ടേബിളൊക്കെ ഈ മഗ്ഗാണ് അവതരിപ്പിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇത് ശാസ്ത്രണ്ട്, കേരളം മൊയ്മങ്ങള് ബഹുമാനി, അതിനുള്ള മുതലുവടണ്ട്. ആ മഗ്ഗാണ് മോനെ. ഏത് പരശുരാമന്റെ മഗ്ഗ? ഇതാ എന്നാ ഒന്ന് കാണട്ടെ. കാണിക്കാല. ഓ അൺബിലീവബിൾ. മോനെ കൊടുക്കൂലട്ടാ. ഇത് മാറ്റ മോൺസൺ ജാവുകല്ലുണ്ടല്ല, ആ ചങ്ങായി വന്ന് ചോദിച്ചു ലക്ഷക്കണക്കിന് ഉറുപ്പേതാ കൊടുക്കൂല. അതുക്കതായിരിക്കും. ഇത് അടുത്ത തലമുറക്ക് കൈമാറി. ഞാൻ മൂപ്പർക്ക് ഒരു കോട്ട കൊടുക്കും, മറ്റേ കൊടുക്കൂല. ശ്രദ്ധു, നിങ്ങൾ കുറെ നേരമായാലും ഓരോ കെട്ടുകഥ പറഞ്ഞിട്ട് ഈ എല്ലാ ആൾക്കാരുടെയും സമയം നിങ്ങൾ കളയുന്നത്. ഒന്ന് തുറന്ന് കാണിക്കോ പ്ലീസ്. നിങ്ങൾ അങ്ങനെ ഇട്ടാളിന്റെ വർത്താനൊന്നും പറയണ്ട സെക്രട്ടറിയെ, അതൊന്നും വിചാരിക്കണ്ട. ഇത് മുതൽ ഇതൊക്കെ കണ്ടെത്തി, അതാണ്. എന്നാ കണ്ടോ, നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാ. ഈ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മോൺസൺ ജാവുങ്കൽ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല. അജാതി മുതലാണ് ഇപ്പൊ നിങ്ങളെ കാണിക്കാൻ പോണ്. കണ്ടോളി, ഇതാണ് നമ്മളെ കേരളോത്സവത്തിന് ജനങ്ങൾ കാണാൻ പോണ്. കേരളം മുഴുവൻ നമ്മളെ പഞ്ചായത്തിനെ തെരഞ്ഞു വരും. നിങ്ങൾ കണ്ടോളി. കണ്ട, ഇത് അന്നിന്റെ ബന്ധിപ്പ പുതിയ തുണിയില, അത് മാറ്റിയിട്ടില്ല. ഇത് കണ്ടങ്ങള് കണ്ട ഇത് ഇതുപോലൊരു വിടൽ സ്വീകരണ ഞാൻ എന്റെ ജീവിതത്തിൽ നിങ്ങൾ ഈ വക തട്ടിപ്പായിട്ട് നിങ്ങളുടെ വരരുതിട്ട. ഇനിയിപ്പോ ചിലപ്പോ ഞങ്ങൾ ഇങ്ങനെയല്ല റിയാക്ട് ചെയ്യാം. ആ മഴ പിടിച്ചു വെച്ചിട്ട് അയാളെ വെറുതെ വിടുന്നു. കൊണ്ട് ചെന്നില്ലെങ്കിൽ വീഭാഗത്ത് കുഴപ്പമുണ്ടാക്കും മക്കളെ. അവിടെ പണിക്കുള്ളതാണ്.